മനുഷ്യന് ചെറിയ ഒരു കാൽവയ്പ്, മാനവരാശിക്കോ ഒരു കുതിച്ചുചാട്ടം. ആദ്യമായി ചന്ദ്രനിൽ കാൽ തൊട്ട ശേഷം നീൽ ആംസ്ട്രോങ് പറഞ്ഞ വാക്കുകളാണിവ. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയിട്ട് ഇന്നേക്ക് 56 വർഷം തികയുകയാണ്. ഈ നാഴികക്കല്ലിൻ്റെ ഓർമ്മയ്ക്കായാണ് ചാന്ദ്രദിനം നാം ആചരിക്കുന്നത്. ചാന്ദ്രദിനത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. എത്ര വേഗമാണ് മനുഷ്യൻ തൻ്റെ ജീവിത ചക്രവാളം മാറ്റിവരച്ചത് എന്നു നാം അത്ഭുതപ്പെടും. മാനത്ത് കാണുക മാത്രം ചെയ്ത ചന്ദ്രനെ മനുഷ്യർ തൊട്ടിട്ട് 56 ആണ്ട് തികയുന്നു. 1969 ജൂലൈ 21 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാൽ കുത്തിയത്. നീൽ ആംസ്ട്രോങ്ങിനാണ് അന്നത് സാധ്യമായത്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിൻ്റെ ഓർമ്മയ്ക്കായി ജൂലൈ 21 ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നു. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നിവരടങ്ങുന്ന അമേരിക്കൻ സംഘം 1969 ജൂലൈ 16 ഇന്ത്യൻ സമയം രാവിലെ 7:02 അപ്പോളോ 11 പേടകത്തിൽ ഫ്ലോറിഡ ഐലൻഡ്സിൽ നിന്ന് പുറപ്പെട്ടു. പലതവണ ചന്ദ്രനെ പ്രദക്ഷിണം ചെയ്ത ശേഷം ജൂലൈ 20 രാത്രി 11:47 ഈഗിൾ എന്ന പേടകം മാതൃപേടകമായ കൊളംബിയയിൽ നിന്ന് വേർപെട്ടു. ജൂലൈ 21 രാവിലെ 1:48 ആംസ്ട്രോങ്ങും ആൽഡ്രിനും ഈഗിൾ എന്ന വാഹനത്തിൽ ചന്ദ്രോപരിതലത്തിലെത്തി. 6 മണിക്കൂറിന് ശേഷം രാവിലെ 8:27 കമാൻഡറായിരുന്ന നീൽ ആംസ്ട്രോങ് വാഹനത്തിൽ നിന്ന് ചന്ദ്രോപരിതലത്തിലേക്ക് കാലെടുത്തു വച്ചു. ചന്ദ്രനിലിറങ്ങി നടന്ന ആംസ്ട്രോങ് ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ ആദ്യ മനുഷ്യനായി. പിന്നാലെ 19 മിനിറ്റ് കഴിഞ്ഞ് ചന്ദ്രനിൽ കാലുകുത്തിയ ആൽഡ്രിൻ ചന്ദ്രനിൽ കാലുകുത്തുന്ന രണ്ടാമത്തെ വ്യക്തിയായി. ബഹിരാകാശ പേടകത്തിന് പുറത്ത് അവർ 2 മണിക്കൂർ 48 മിനിറ്റ് ചെലവഴിച്ചു. അവർ കയ്യിൽ കരുതിയ ടെലിവിഷൻ ക്യാമറയിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ദൃശ്യം ഭൂമിയിലിരുന്ന് വീക്ഷിച്ചു. രാത്രി 11:23 ഈഗിൾ ചന്ദ്രനിൽ നിന്ന് പൊങ്ങി. 4 മണിക്കൂറിന് ശേഷം പേടകം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലുണ്ടായിരുന്ന മാതൃവാഹനവുമായി സന്ധിച്ചു. മൈക്കൽ കോളിൻസ് ആയിരുന്നു കൊളംബിയ എന്ന വാഹനം നിയന്ത്രിച്ചിരുന്നത്. അവർ ഭൂമിയിലേക്ക് മടക്കയാത്ര ആരംഭിച്ചു. ജൂലൈ 24 രാത്രി 10:20 കൊളംബിയ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം പസഫിക് സമുദ്രത്തിൽ പതിച്ചു. വിക്ഷേപണ സമയത്ത് റോക്കറ്റ് ഉൾപ്പെടെ 3100 ടൺ ഭാരമുണ്ടായിരുന്ന അപ്പോളോ 11 നിന്ന് ഭൂമിയിൽ തിരിച്ചെത്തിയത് 6 ടൺ മാത്രമാണ്. ഇത് ഒരു മനുഷ്യൻ്റെ ചെറിയ കാൽവയ്പ്, മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടവും എന്ന് ആംസ്ട്രോങ്ങിനാൽ തന്നെ വിശേഷിപ്പിക്കപ്പെട്ട ഈ സംഭവം മാനവ ചരിത്രത്തിലെ നാഴികക്കല്ലുകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പ്രാധാന്യം, മനുഷ്യൻ്റെ ആദ്യ ചാന്ദ്രയാത്രയുടെ പ്രസക്തി എന്നിവ ജനങ്ങളെ ഓർമ്മിപ്പിക്കാനും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ ഇവ സംബന്ധമായ അവബോധം വളർത്തുവാനുമാണ് ഈ ദിവസം ചാന്ദ്രദിനമായി ആചരിക്കുന്നത്. സ്കൂളുകളിൽ ശാസ്ത്ര ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ ഈ ലക്ഷ്യത്തോടെ നടത്തി വരാറുണ്ട്. കഴിഞ്ഞുപോയതും വരാൻ പോകുന്നതുമായ ദൗത്യങ്ങളെക്കുറിച്ച് ബഹിരാകാശ ഗവേഷണ ചരിത്രം, കഥകൾ, ഡോക്യുമെൻ്ററികൾ എന്നിവയിലൂടെ കൂടുതൽ അറിയാൻ ശ്രമിക്കുക, വാന നിരീക്ഷണത്തിൽ ഏർപ്പെടുക, ബഹിരാകാശ പതിപ്പുകൾ തയ്യാറാക്കുക തുടങ്ങി വിവിധ പരിപാടികളോടെ ഈ ദിവസം നമുക്ക് ആചരിക്കാം. അപ്പോൾ കൂട്ടുകാരെ, എന്നാണ് മനുഷ്യൻ ചന്ദ്രനിൽ എത്തിയത്? ആരൊക്കെയാണ് ആദ്യമായി ചന്ദ്രനിൽ കാലെടുത്തു വെച്ചത്? എന്നാണ് ചാന്ദ്രദിനം? ഇതൊക്കെ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.